തനനനന, തനനനന, തനന. എന്താ ഏട്ടാ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നീ ആദ്യം റൂമിൽ നിന്ന് പുറത്തു പോയേ, ഞാൻ റെഡിയാവുന്നത് കണ്ടില്ലേ? എങ്ങോട്ടോ പോവാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. ഞാൻ എവിടെ പോയാലും നിനക്കെന്താ? അങ്ങനല്ലേ ഏട്ടാ, ആരെയോ കാണാൻ വേണ്ടി പോകുന്ന പോലെ ഉണ്ടല്ലോ. നല്ല ഡ്രസ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യാന്ന് വെച്ചിട്ടാ. നിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല, പുറത്തു പോയ ആദ്യം. അതല്ല ഏട്ടാ. അച്ഛാ, അച്ഛാ. ശരി പോവാ. ഏട്ടാ, ഏട്ടന് വൈറ്റിട്ടിട്ട സൂപ്പർ ആയിരിക്കും. നിന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി വൈറ്റ് തന്നെ ഇട്ടേക്കാം. പറഞ്ഞില്ലേ ഏട്ടാ, നീ വൈറ്റ് നന്നായിരിക്കുമെന്ന്. ഹലോ ഹലോ, നിർത്ത്. നീ പറഞ്ഞോണ്ടൊന്നുമല്ല ഞാൻ ഷർട്ട് ഇട്ടെ. അയ്യോ, ഇത്രയും ടിപ് ടോപ്പ് ആയിട്ട് ഒരുങ്ങി എങ്ങോട്ട് പോവാ ഏട്ടാ? അറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? നിനക്കെന്താ? എല്ലാം നശിപ്പിക്കാൻ വേണ്ടിട്ടാണോ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഏട്ടാ. ഒരുപക്ഷെ ഞാൻ പോകുന്ന വഴിയാണ് ഏട്ടനും പോകുന്നെങ്കിൽ എന്നെ ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോ. അത്രേ ഉള്ളൂ ഏട്ടാ. വേർപ്പിക്കല്ലേ, ഒരു നല്ല കാര്യത്തിന് പോവാ. സമാധാനതാ കുറച്ച്. പെണ്ണ് അടുത്തുണ്ടായിട്ടല്ലേ ഇങ്ങനെ ഊര് വേണ്ടി നടക്കുന്നത് ഏട്ടാ. പൊക്കോ പൊക്കോ, തിരിച്ച് എന്റെ അടുത്ത് തന്നെയാ വരേണ്ടത്. എന്താടാ എപ്പോഴും പാടിപ്പോയ പൂനെ പോലെ ആയിരിക്കും. ഇന്നെന്താ ഫസ്റ്റ് നൈറ്റിന് വെച്ച പൂക്കളെ പോലെ ഉള്ളത്? ആഹാ, ഷേഡ്സ്, ഷൂസ് നല്ല ടിപ് ടോപ്പ് ആയിട്ടുണ്ടല്ലോ. എങ്ങോട്ടാ പോകുന്നത്? ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പോവാ. ആരാടാ? റിയയാണോ? എടാ എന്നെയും കൊണ്ടുപോടാ. എടാ, ഈ റിയനെക്കാളും അവളുടെ അമ്മ ഡോമിനി കാണാൻ നല്ല രസമാടാ. എടാ ഞാനും വരുക. ഒറ്റ അടി കൊണ്ട് നിന്റെ മുഖത്തിന് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയും നാളും നീ ഫേക്ക് ആണെന്ന് പറഞ്ഞില്ലേ? ആ ഇൻസ്റ്റാ പെണ്ണിനാണ് കാണാൻ പോകുന്നത്. അത് പെണ്ണാണോ? അപ്പോ ഡാ പൊട്ടാ, നിന്റെ വായിന്ന് നല്ല വാർത്തയൊന്നും വരത്തില്ലേ? പെണ്ണാടാ. എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല, ഞാനാണ് എല്ലാവരും പറ്റിക്കുക. എന്റെ അമ്പോ, ശരി ശരി. ഇനിയിപ്പൊ നിന്നെ കൈ കിട്ടില്ലല്ലോ. കണ്ണു വെക്കലടാ, ഇപ്പഴല്ലേ മീറ്റ് ചെയ്യാൻ പോന്നേ. വണ്ടിയൊന്നും മെല്ലെ എടുക്കട്ടെ ഞാൻ. പക്ഷെ അളിയ നിർത്തിയേ. അത് ഒന്നിനും കൊള്ളാത്ത മരമണ്ട. വായടക്കടാ. എല്ലാം എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിന്നെ പോലത്തെ ഒരുത്തനെ കാണാൻ വന്നില്ല ഞാൻ. അധികം പറഞ്ഞാലിട്ടല്ലോ ഒറ്റ അടി. ഓടാ. ചേട്ടാ, ഒരു സിഗരറ്റും കൂടി. നിന്നിട്ട് ഹായ് പറഞ്ഞാലോ? ഹായ്. ഇതൊരുമാതിരി ഡ്രസ് പറ്റാവോ? ഇരുന്നിട്ട് തന്നെ ഹായ് പറയാം. ഹായ്. ഇതൊക്കെ എങ്ങനെയുണ്ട് നമ്മള്? അതെങ്ങനെ ഇപ്പൊ കുറച്ച് വാട്ടർ തന്നേക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് ഓർഡർ പറയാം. പോയിക്കോ. സർ, കൂൾ വാട്ടർ ആണോ അതെ നോർമൽ വാട്ടർ ആണോ? എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് വാ. പോ. ഓക്കെ സർ.
നീ എന്താ ഇവിടെ? ഏട്ടാ അത് ഇവിടെ കോഫി നല്ലതെന്ന് കേട്ടോണ്ട് ട്രൈ ചെയ്യാൻ വന്നതാ. ഈ ദിവസം കിട്ടിയുള്ളൂ നിനക്ക്? അറിയില്ല ഏട്ടാ, ട്രൈ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാ വന്നത്. ശരി, അവിടെ പോയിരുന്നോ? എന്തു പറ്റിയേട്ടാ? സാറൊക്കെ ഉണ്ട്, വെയിറ്റ് ചെയ്യാണോ? ഞാൻ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്താലും നിനക്കെന്താ? വന്ന കാര്യം ചെയ്തിട്ട് പോവാൻ നോക്ക്. ശരി ഏട്ടാ. പെൺകുട്ടീന്ന് എന്തുകൊണ്ടാ ഏട്ടനോട് പറയാൻ പറ്റാതെ പോയത്? പേടിയാണോ അതോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇൻസെക്യൂരിറ്റി ആണോ? എന്താണോ എന്തോ, പക്ഷേ ഈ ഫീലിങ്സ് മാത്രം അടിപൊളിയായിട്ടുണ്ട്. എന്റെ ഏട്ട എന്നെ 1000 കണ്ണോടെ കാത്തിരിക്കുന്നത്. ഈ ഒരു ഫീലിംഗ് ഒരിക്കലും തിരിച്ചിട്ടില്ല. നോക്കാം എത്ര നേരം ഇനി വെയിറ്റ് ചെയ്യാനാ. ക്യൂട്ടായിട്ട് കാത്തിരിക്കുന്നത്. ഇത്ര നേരമായിട്ടെന്താ വരാതിരിക്കുന്നത്? മാഡം എവിടെയുള്ള? ഐ ആം വെയിറ്റിംഗ്. അയ്യോ, മെസ്സേജ് ചെയ്യുന്നല്ലോ. റിപ്ലൈ ചെയ്താലോ? വേണ്ട വേണ്ട, കുറച്ചേരം കളിപ്പിക്കാം. എത്ര സുന്ദര ഈ മൂമെന്റ്. ഫ്യൂച്ചറിൽ എന്റെ കുട്ടികൾക്ക് പറയാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ വേണ്ടേ? ഈ കാര്യം രാത്രിയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. ഭയങ്കര ഡിപ്രഷനിലായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഇനി എത്ര കോഫിയാ കുടിക്കാൻ പോകുന്നത്? ഇല്ല ഏട്ടാ, അത്രേ ഉള്ളൂ. മില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബില്ല് ഞാൻ കൊടുത്തോളാം, നീ ഒന്ന് പോ. ഏട്ടന്റെ കാര്യം കൂടെ ഫിനിഷ് ചെയ്യും. നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പോവാം. എനിക്ക് ടൈം ആവുന്ന തോന്നുന്നു. നീ പോ. ഇത്രയും പെട്ടെന്ന് പോവാം? പ്ലീസ് പോ. ശരി ഏട്ടാ, പോവാ. പോയി കഴിഞ്ഞു. ഇനി എത്ര സമയമാണ് മാഡം? അവളും പോയി. കറക്റ്റ് ടൈം. വന്നൂടെ? സാർ, ഓർഡർ സാർ. ഒരു കോഫി കൊണ്ടുവാ. ഓക്കെ സാർ.
എന്തു പറ്റി? മെസ്സേജ് പോലും നോക്കുന്നില്ലല്ലോ. മേഡം കാണുന്നുണ്ടോ? ഞാൻ നീ പറഞ്ഞ സ്ഥലത്താണ് വെയിറ്റ് ചെയ്യുന്നത്. നീ എവിടെയാ? എന്താ പറ്റിയെന്നറിയില്ലല്ലോ. ട്രാഫിക് ആണെങ്കിൽ ഈ സമയത്ത് എത്തേണ്ടതല്ലേ? എന്താ വരാത്തെ? മെസ്സേജ് നോക്കുന്നില്ല. എന്താ പറ്റി? ഒന്ന് വിളിച്ചു നോക്കാം. ഇത്ര നേരമായിട്ട് എന്താ ഏട്ടൻ വീട്ടിൽ വരാത്തെ? ഇത്രയും സമയമാകുമ്പോ വരേണ്ടതല്ലേ? രാവിലെ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചതുകൊണ്ട് റിവെഞ്ച് എടുക്കുന്ന പോലെ ഉണ്ട്. എത്ര നേരം പറഞ്ഞ വെയിറ്റ് ചെയ്യുന്നത് ഏട്ടാ? ഒന്ന് പെട്ടെന്ന് വാ. വന്ന ഉടനെ തന്നെ പറയാം. ഞാൻ ആ ഏട്ടന്റെ ഡ്രീം കാണുന്നു. അമ്മോ, ആ അമ്മ വാ. നീ എവിടെ എന്താ ചെയ്യുന്നത്? ഏട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാ. അവൻ എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് അവരെയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് വരുമ്പോഴേക്കും താമസിക്കും മോളെ. എനിക്ക് വിശക്കുന്നു മോളെ, വാ നമുക്ക് കഴിക്കാം. അമ്മോ, ആ അമ്മ വാ. ദാ വരുന്നു. നിങ്ങൾ കഴിക്കേ. അമ്മോ, അവൻ ചില ദിവസമൊന്നും വീട്ടിൽ വരില്ല. നീ അവനെ കാത്തിരിക്കണ്ട, കഴിക്കാൻ നോക്ക്. ആ ശരി അമ്മ വാ. ഒരുപക്ഷേ അത് വേറെ ആരെന്ന് വെച്ച് ആളുടെ കൂടെ അങ്ങനെ പോയി കാണുമോ? ദൈവമേ, ഇങ്ങനെ മാത്രം സംഭവിക്കാൻ പാടില്ല. ഡാ അർജുൻ, നീ എന്ത് ചെയ്യുവാ ഇവിടെ? നീ ഈ സമയം ആ ഇൻസ്റ്റാഗ്രാമിലുള്ള പെണ്ണുമായിട്ട് കിഷ്കിന്തിലോ അല്ല ക്വീൻസ്ലാൻഡിലോ എവിടെയെങ്കിലും ചുറ്റി കറങ്ങായിരിക്കുന്നല്ല ഞാൻ വിചാരിച്ചത്. നീ ആണെങ്കിൽ ഇവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുകയാണല്ലോ. എന്തു പറ്റിയടാ? നിക്ക്, ആ പെണ്ണ് വന്നില്ല അല്ലേ? നീ ഇത്രയും ഡള്ളാണെങ്കിൽ പിന്നെ അവൾ വന്നിട്ടുണ്ടാവില്ലല്ലോ. എടാ, ഞാൻ നിന്നോട് എപ്പോഴും പറയല്ലേ, അത് ഫേക്കാടാ, വെറും ഫേക്കാ. ഞാൻ നിന്നോട് എപ്പോഴും പറയല്ലേ, വെറും ഫേക്ക്. എടാ, ഞാൻ നിന്നെ ഒരുപാട് വോൺ ചെയ്തതല്ലേ, ആരോ നിന്നെ വെച്ച് കളിക്കുവാന്ന്. ഞാൻ പറയുന്നത് നീ കേട്ടാലല്ലേ? ശരി, ആ പെണ്ണിന് വേണ്ടിയാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്? എന്തെങ്കിലും ആവട്ടെ, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. നീയും ഇത് ആരോടും പറയല്ലേ, ഇവിടെ അവസാനിപ്പിക്കാനല്ല പോരെ. പക്ഷെ എങ്ങനെയാടാ ഇങ്ങനെ? രാവിലെ ഞാൻ പറഞ്ഞതാ, നീയാണ് പോടാ തെണ്ടി എന്ന് പറഞ്ഞിട്ട് നീയാണ് വലിയ ആളായിട്ട് പോയത്. അത് നമ്മുടെ ആൾക്കാർ ആരെങ്കിലായിരിക്കും. നീ ചില്ലാവ്. പിന്നെയും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ വെറുതെ റിപ്ലൈ ചെയ്യല്ലേ, അത് ഫേക്കാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക. പക്ഷെ എങ്ങനെയാടാ ഇങ്ങനെ ബ്രെയിൻലെസ് ആയിട്ട്? തലയും കാലും അറിയാത്ത പോലത്തെ ഒരു മനുഷ്യന്മാരോ? എടാ, നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. ഇവൻ എപ്പോൾ മനസ്സിലാവാനാ? ഞാൻ വെറുതെ പറഞ്ഞിട്ട്. ഭയങ്കര മൂഡ് ഓഫിലാ വരുന്നതെന്ന് തോന്നുന്നു. ഞാൻ പോയി ഹാപ്പി ആക്കാം. പുറത്തു പോ. ഏട്ടാ, ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ കാണിക്കാം. ഒരു തവണ ഒന്ന് നോക്കോ? റൂമിൽ നിന്ന് പുറത്തു പോ. ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ കാണാതെ ഞാൻ പോകത്തില്ല ഏട്ടാ.
ഒരു തവണ ഒന്ന് കാണേട്ടാ പ്ലീസ്. എങ്ങനെയായാലും ഈ റൂമിലിരിക്കാൻ പോകുന്നത് ഞാനല്ലേ. പ്ലീസ് ഏട്ടാ, ഇതൊന്ന് നോക്ക്. പ്ലീസ് നോക്കേട്ടാ, ഒരു തവണ ഒന്ന് നോക്ക്. അതല്ല ഏട്ടാ. ഇനി പറ, എന്താ നോക്കണ്ടേ? ഇനി പറ പറ. അല്ല, നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? നീ വലിയ ഫോട്ടോഗ്രാഫർ ആണെന്ന ഫീലിങ്ങോ? നീ എടുത്ത ഫോട്ടോസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയട്ടെ. അത് ഞാൻ കാണാതെ തന്നെ പറയാം. അതെല്ലാം സ്ക്രാപ്പ്, ജസ്റ്റ് സ്ക്രാപ്പ്. സ്ക്രാപ്പ് സ്ക്രാപ്പ് സ്ക്രാപ്പ്, കുപ്പ. ആദ്യം ഫോട്ടോഗ്രാഫി എന്താണെന്നറിയോ നിനക്ക്? നിന്നോടാ അറിയാമോന്ന്? വന്നേക്കുന്ന എവിടുന്നോ എന്റെ ജീവൻ എടുക്കാൻ വേണ്ടി. നമ്മൾ എടുക്കുന്ന ഓരോ ഫോട്ടോവും നമ്മളോട് സംസാരിക്കണം. അപ്പോഴാ അതിനൊരർത്ഥം ഉണ്ടാവുക. അല്ല, ആദ്യം നീ ഒന്ന് പറഞ്ഞേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്നെ കൊന്നിട്ട് എന്നെ കല്യാണം കഴിക്കാനാണോ? ഇവിടെ നോക്ക്, നിന്നോടും നിന്നെ പ്രസവിച്ചവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പിന്നെ ഈ കല്യാണം അത് ഈ ജന്മത്തിൽ നടക്കത്തില്ല. ചെറുപ്പം മുതൽ എന്നെ ഏട്ട ഏട്ടാന്ന് വിളിച്ചത് കേൾക്കുന്ന എന്നെ വെറുപ്പായി. എനിക്ക് നിന്നെ വേണ്ട. ഒരുപക്ഷെ നിനക്ക് എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ നിർത്തിയേക്ക്. കൂടാതെ ഫോട്ടോഗ്രാഫി വേറെ, അത് ചത്താലും നിനക്കൊണ്ട് പറ്റില്ല. സോ എന്നെ ഈ ഫോട്ടോഗ്രാഫി ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് പോകുന്നു. വിചാരിച്ചിട്ടുണ്ടാവും പാവം. എന്താന്നറിയില്ലടാ, ആ ഇൻസ്റ്റയിലുള്ള പെണ്ണിനോട് തോന്നിയ മുഴുവൻ ഫ്രസ്ട്രേഷനും ഇവളോട് കാണിക്കേണ്ടി വന്നടാ. എടാ, നെക്സ്റ്റ് ഡേ എങ്കിലും സോറി പറയായിരുന്നില്ലേ? ഞാനും അങ്ങനെ വിചാരിച്ചാ പിറ്റേ ദിവസം വിളിച്ചേ. പക്ഷെ അവള് വീട്ടിലില്ലടാ. എവിടെയാടാ പോയത്? ആർക്കറിയാം. അന്ന് മുതൽ എൻ്റെ അച്ഛൻ എന്നോട് സംസാരിക്കുന്ന പോലും നിർത്തി കളഞ്ഞു. ഇപ്പൊ സംസാരിച്ചിട്ട് 2 ദിവസമായി. ഈടാ, ഈ ലോകം അത്രയേ ഉള്ളൂ. നമുക്കിഷ്ടമുള്ള കാര്യത്തെ കാലുകൊണ്ട് തട്ടിക്കളയും. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം വേണമെങ്കിൽ ആരുടെ കാലം വേണമെങ്കിലും പിടിക്കും. നിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ നിർത്തിയിട്ട് വാ, ജോലിയുണ്ട്. എന്താടാ ഇത്രയും തിരക്ക്? എന്താ ഇവിടെ നടക്കുന്നേ? ശരിയാ, ഫോട്ടോഗ്രാഫർ നീ ഇവിടെ ഉള്ളപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? എന്തായിരിക്കും നടക്കുന്നേ? ബ്രോ, ഒരു മിനിറ്റ് വന്നേ. അവിടെ എന്താ നടക്കുന്നത്? പ്രോജക്ട് ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫിയോ? ഫോട്ടോഗ്രാഫർ ഇവിടെ ഉള്ളപ്പോൾ അവിടെ ആരാ ഫോട്ടോ എടുക്കുന്നത്? ഓ, അത് പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത ലീഡ് ഫോട്ടോഗ്രാഫറാ. ലീഡ് ഫോട്ടോഗ്രാഫറോ? അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റിന് ഓൾറെഡി അപ്പോയിന്റ് ആയോ? അപ്പോയിന്റ് ആവാനാ ബ്രോ? ഓൾറെഡി പുള്ളി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്ത് വർക്കും തുടങ്ങിക്കഴിഞ്ഞാ?
പുതിയതായിട്ട് വന്ന ലീഡ് ഫോട്ടോഗ്രാഫർ അമ്മുവോ? അവരുടെ പേര് അമ്മു അല്ല, ഗീതാഞ്ജലി.